ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃപയുടെ കാര്യത്തിൽ മനസ്സ് ചെയ്ത ആ കൊടും ചതി കൺമണി അങ്ങനെ കൃഷിനോട് തുറന്നു പറയാണ്. കൃഷ് അങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്താണ് കൺമണിയുടെ ഫോണിലേക്ക് മരിയ വിളിക്കുന്നത്. മോളെ, എനിക്ക് നിന്നോട് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് നേരിട്ട് വരാമോ എന്ന് ചോദിക്കുകയാണ്. കൺമണി അങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട്, ശരി ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്, ഇപ്പൊ തന്നെ വരാമെന്ന് പറയാണ്. അങ്ങനെ കൺമണി ഫോൺ കട്ട് ചെയ്ത് കൃഷിനോട് പറയുന്നുണ്ട്, ഞാനൊരു അമ്മയെ കുറിച്ച് പറയാറില്ലേ, ആ അമ്മയാണ് വിളിച്ചത്, എന്നെ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി ആ അമ്മയെ കണ്ടിട്ട് വരാം. ഞാൻ പോയാലും സാറിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവരുത്. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും കൃപയെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞ് കൺമണി മരിയെ കാണാനായി പോവുകയാണ്. മരിയയുടെ അടുത്തേക്ക് കൺമണി അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു മധുരം ഉണ്ടാവും. മരിയെ കാണുന്നതും കൺമണി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വല്ല വയ്യായികയും ഉണ്ടോ, ഹോസ്പിറ്റലിലേക്ക് പോണോ എന്ന് ചോദിക്കുമ്പോൾ മരിയ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്കൊന്നും പോവണ്ട, ഈ വയ്യായിക അസുഖങ്ങളൊന്നും ഇനി കുറെ കാലം ഒന്നും ഉണ്ടാവില്ല മോളെ, ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവും, അതിനു വേണ്ടിയിട്ടായിരിക്കും കർത്താവ് എന്നെ ഇതുവരെ ഇവിടെ ജീവിപ്പിച്ചത്. മരണത്തിനു മുന്നേ ചെയ്തു പോയ പാപങ്ങളെല്ലാം എനിക്ക് ഏറ്റു പറയണം. ആരോടൊക്കെയാണോ പാപങ്ങൾ ചെയ്തത് അവരെല്ലാവരും എന്നോട് പൊറുക്കണം. മോളെ കൺമണി, ഞാനൊരു കൊടും പാപം ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നങ്ങനെ സങ്കടത്തോടെ മരിയ അങ്ങനെ കൺമണിയോട് പറയാണ്. പിന്നീട് മദർ പറയുന്നുണ്ട്, കൺമണിയെ കണ്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും മരിയ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അകന്റെയും സുജാതയുടെയും മകനായി ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോ അയാൾ അവിടെ ഇല്ലാലേ എന്നങ്ങനെ മദർ ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അത് പിന്നെ ക്രിഡ് സാറ് സാഗർ സാറിന്റെയും സുജാത മേഡത്തിന്റെയും മകനല്ല എന്നറിഞ്ഞപ്പോൾ സാറ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നൊക്കെ കൺമണി അങ്ങനെ പറയാണ്. മറിയപ്പ പറയുന്നുണ്ട്, അല്ല, സുജാത പ്രസവിക്കുന്ന സമയത്ത് ഡ്യൂട്ടി നഴ്സായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്, ഇന്ന് സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് മരിയ അങ്ങനെ അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം കൺമണിയോട് പറയാണ്. എല്ലാം കേട്ട് കൺമണി ആകെ ഷോക്കാവുന്നുണ്ട്. മരിയ എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് മോൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ, എന്നെ ശപിക്കണമെന്ന് തോന്നുന്നില്ലേ എന്നെല്ലാം മരിയ അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അമ്മ ഈ പറഞ്ഞതെല്ലാം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, സത്യമാണെങ്കിൽ ഇപ്പൊ തന്നെ സാഗസാറിന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോവണം, ഇതിന് അമ്മേന്റെ കൂടെ വരണം, എല്ലാം അറിയുന്ന മധുരം കൂടെ ഉണ്ടാവണം, ആരോടാണോ തെറ്റ് ചെയ്തത് അവരൊക്കെ പൊറുക്കപ്പെടണമെന്നല്ലേ അമ്മ പറഞ്ഞത്, ഞാൻ അവരോട് സംസാരിച്ചോളാം, ഈ തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റണമെന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ മധുര പറയുന്നുണ്ട്, മരിയ കൺമണി പറയുന്നതിലും കാര്യമുണ്ട്, നമുക്കിപ്പം തന്നെ അവരുടെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് മദറും മരിയയും കൺമണിയും കൂടി സാഗറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സാഗറിന്റെ വീട്ടിലേക്ക് കൺമണിയും അവരും ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ആന്റിയമ്മയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. കൺമണിയെ കാണുന്നതും ആന്റിയമ്മ എന്താ മോളെ കാര്യമെന്ന് ചോദിക്കുകയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, ആന്റിയമ്മേ, ഇവരെ എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാണ്, സാഗർ സാർ ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ആന്റിയമ്മ അപ്പോ ഇവിടെ ഉണ്ട്, നിങ്ങൾ അകത്തേക്ക് വരൂ എന്ന് പറയാണ്. അങ്ങനെ മദറിനെയും മരിയെയും കൊണ്ടുപോയി കൺമണി ഉള്ളിൽ സോഫയിൽ അങ്ങനെ ഇരുത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കൺമണിയും ആന്റിയമ്മയും അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൺമണി സാഗറിനെയും സുജാതയെയും എല്ലാവരെയും വിളിച്ച് ഹാളിലേക്ക് മദറിന്റെ അടുത്തേക്കും മരിയയുടെ അടുത്തേക്കും കൊണ്ടുപോവുകയാണ്. പിന്നീട് മരിയെ പരിചയപ്പെടാനുള്ള സാഹചര്യം കൺമണി അങ്ങനെ സാഗറിനോട് സുജുവിനോടൊക്കെ പറയാണ്. മരിയപ്പ സുജുവിനോട് ചോദിക്കുന്നുണ്ട്, സുജാതയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. സാഗർ അപ്പൊ ചോദിക്കുകയാണ്, സുജാതയെ അറിയുന്ന ആളാണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ മരിയ പറയുന്നുണ്ട്, എനിക്കറിയാം സുജാതയെ, സുജാതയ്ക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മയുണ്ടാവില്ല, വർഷങ്ങൾക്ക് മുന്നേ സുജാതയുടെ പ്രസവ സമയത്ത് ഞാനായിരുന്നു ഹെഡ് നേഴ്സ് എന്ന് മരിയ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, ആണോ, എനിക്ക് അത്രങ്ങോട്ട് ഓർമ്മയില്ല, ചിലപ്പോൾ ഈ വേഷത്തിലായതുകൊണ്ടായിരിക്കുമെന്ന് സുജു അങ്ങനെ പറയുമ്പോൾ മധുര പറയുന്നുണ്ട്, സാഗർ വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിനാണ് മരിയ ഇപ്പോൾ എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്, പെൺകുട്ടിയെ പരിചയപ്പെട്ടു, മകളെ പോലെ അവൾ എന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ മരിയ എന്നോട് പറഞ്ഞിരുന്നു, ഒറ്റപ്പെട്ടുപോയ ജീവിതമാണ് മരിയുടേത്, ഇപ്പോഴാണെങ്കിൽ ഒരു മാറാരോഗവും ഉണ്ട്, കൺമണിയുടെ വരവ് വലിയൊരു ആശ്വാസമായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നങ്ങനെ മദർ പറയുന്നതും മരിയ എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊക്കെ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മരിയ അങ്ങനെ കരയാണ്. മദറപ്പ പറയുന്നുണ്ട്, മരിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിങ്ങളെല്ലാവരും അവളോട് പൊറുക്കണമെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഈ അമ്മ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു വിളിച്ചു, അങ്ങനെയാണ് ഞാൻ അമ്മയെ കാണാൻ പോകുന്നത്, പക്ഷേ അവിടെ പോയി ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഇവിടെ വന്ന് എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു, അങ്ങനെയാണ് ഞാൻ ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് കൺമണി പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, എന്തിനാണ് പറയാൻ മടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മരിയപ്പ പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ ചില തെറ്റുകളെല്ലാം സംഭവിക്കാറുണ്ട്, സുജാതയുടെ പ്രസവ സമയത്ത് അങ്ങനൊരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായി, സുജാത പ്രസവിക്കാൻ കിടക്കുമ്പോൾ എനിക്കൊരു നിർദ്ദേശം കിട്ടിയിരുന്നു, സുജാത പ്രസവിക്കുന്ന കുഞ്ഞ്
ജീവിച്ചിരിപ്പില്ലെന്ന് പുറം ലോകം അറിയണമെന്നായിരുന്നു ആ നിർദ്ദേശം. എന്നോട് ഇത് ആവശ്യപ്പെട്ട ആള് സുമിത്രയാണ്. ഇവര് അതിന് പ്രതിഫലമായി എനിക്ക് പണം തരികയും ചെയ്തു. ഭർത്താവിനെ മറന്നുകൊണ്ട് ഞാൻ ആ പണം വാങ്ങി. സുജാത പ്രസവിച്ച കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. കുഞ്ഞിനെ സുജാതയിൽ നിന്നും എടുത്തിട്ട് പോയത് ഞാനാണ്. കുഞ്ഞിനെ കൊല്ലാനാണ് സുമിത്ര എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല എന്നും പറഞ്ഞ് മരിയ അങ്ങനെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ഇതെല്ലാം കേട്ട് സാഗറും കുടുംബവും ഞെട്ടിത്തരിച്ചങ്ങനെ ഇരിക്കുകയാണ്. മദർ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് അനാഥാലയത്തിൽ ചാർജ് ഉണ്ടായിരുന്ന മദറാണ് മരിയ അനാഥാലയത്തിന് പുറത്തു നിൽക്കുന്നത് കണ്ടത്. മരിയയുടെ അവസ്ഥ കണ്ടിട്ട് മദർ അനാഥാലയത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സത്യങ്ങളെല്ലാം മരിയയ്ക്ക് ആ മദറിനോട് തുറന്നു പറയേണ്ടി വന്നു. കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആ ഓർഫനേജിലേക്ക് സാഗർ വന്നത് ആ സമയത്തായിരുന്നു. മറ്റൊരു കുഞ്ഞിനെ കിട്ടാനായിട്ടായിരുന്നു സാഗർ അന്ന് വന്നത്. മരിയയുടെ കയ്യിലുണ്ടായിരുന്ന അതേ കുഞ്ഞിനെ തന്നെയാണ് അന്ന് മദർ സാഗർ സാറിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അനാഥാലയത്തിൽ നിന്ന് എടുത്തു വളർത്തിയെന്ന് പറയുന്ന കൃഷ് എന്ന കുട്ടി യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്, സുജാത പ്രസവിച്ച സാഗറിന്റെ കുട്ടി എന്നെല്ലാം സത്യങ്ങൾ അങ്ങനെ മദറും മരിയയും കൂടി സാഗറിനോടും കുടുംബത്തോടും പറയാണ്. ഒന്നും കേട്ട് ഉൾക്കൊള്ളാനാവാതെ സാഗറും കുടുംബവും ആകെ തകർന്നങ്ങനെ ഇരിക്കുകയാണ്. ഇയപ്പ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ ചെയ്ത ഈ പാപത്തിന് എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. പോലീസിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറയാണ്. സുജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ സ്വന്തം കുഞ്ഞിനോട് തന്നെയാണോ ഞാൻ ഈ അകലം കാണിച്ചത്? എന്നോടാണോ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി പോവാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് സുജു അങ്ങനെ കരയാണ്. സാഗർ അപ്പം മരിയോട് പറയുന്നുണ്ട്, മരിയ നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ജീവിതകാലം മുഴുവൻ എന്റെ മനസ്സ് നൊന്തത് ആ ഒരു ഒറ്റ കാര്യത്തിനാണ് എന്നങ്ങനെ സാഗർ പറയാണ്. മരിയപ്പോ എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് സുജു ആന്റിയമ്മയുടെ അടുത്ത് പോയി ആന്റിയമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് കരയാണ്. ആന്റിയമ്മ എന്നിട്ട് സുജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സുജു, നിനക്ക് തെറ്റുപറ്റിപ്പോയി. അകറ്റി നിർത്തിയതും ആട്ടിപ്പായിച്ചതും നിന്റെ സ്വന്തം കുഞ്ഞിനെ തന്നെയാണ് എന്നങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കൃഷാണെങ്കിൽ കൃപയുടെ കാര്യം ആലോചിച്ചും തന്റെ അച്ഛനമ്മയും ശരിക്കും ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദേജി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഫോൺ കട്ടാക്കിയതിനു ശേഷം ദേജി കൃഷിനോട്, എന്താണ് നീ മൂഡ് ഔട്ടായി ഇരിക്കുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, ദേവ് സാർ ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്റെ അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ ആരായിരിക്കും? അമ്മ എന്നെ ഇറക്കി വിട്ടത് മുതൽ ഞാൻ ഈ കാര്യം ആലോചിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതൊന്നും ആലോചിച്ചില്ല. എങ്കിലും ആരായിരിക്കും ദേവ് സാർ അത് എന്ന് കൃഷ് അങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ദേജി പറയുന്നുണ്ട്, നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. സ്വയം അനാഥനാണെന്ന തോന്നൽ ഒരാളെയും എവിടെയും എത്തിക്കില്ല. സാഗറും സുജുവും തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിനക്ക് ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാഗറിന് നീ വാക്കു കൊടുത്തതാണ്. അപ്പൊ നീ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം നീ മറന്നേക്ക് എന്ന് ദേജി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, പെട്ടെന്നെന്തോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ് ഇതെല്ലാം. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് സാഗറും സുജാതയും തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും. അതങ്ങനെ തന്നെ മതി. വേറെ ഒരാളെയും അവിടെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് കൃഷി അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് സാഗറിന്റെ വീട്ടിലാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഇപ്പോഴും സുജു നല്ല കരച്ചിലാണ്. അതിനൊപ്പം ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ഇപ്പൊ പറയേണ്ടതെന്ന് അറിയില്ല. കൃഷി ഇപ്പോഴും എന്റെ മോൻ തന്നെയാണ്, എപ്പോഴും അതുപോലെ തന്നെയായിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്നങ്ങനെ സാഗർ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, സുജുവും കൃഷും തമ്മിൽ കുറച്ച് അകലമുണ്ടായിട്ടുണ്ട്. അതിന് സുജുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു എന്നങ്ങനെ ആന്റിയമ്മ പറയുമ്പോൾ മരിയ പറയുന്നുണ്ട്, സുജാതെ ഞാൻ നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം എന്നങ്ങനെ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, വേണ്ട, മരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് സുജു അങ്ങനെ കരയാണ്. മരിയ എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്, പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. പിന്നെ സാഗർ, ഈ പെൺകുട്ടി കൺമണിയുണ്ടല്ലോ, നല്ല കുട്ടിയാണ്, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ മോളാണിത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം കൂട്ടുകയുള്ളൂ. മണിമോളെ നിങ്ങൾ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് മദറും മരിയയും അവിടെ നിന്ന് പോവാനായി നിൽക്കുകയാണ്. മരിയപ്പ കൺമണിയോട് പറയുന്നുണ്ട്, നിനക്കെന്നെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോള് അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് മരിയ അങ്ങനെ കരയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അമ്മയെ കാണാൻ വരും, അമ്മയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, അമ്മ സങ്കടപ്പെടാതെ പോവൂ എന്ന് പറഞ്ഞ് കൺമണി മരിയയെ ആശ്വസിപ്പിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.